കൊല്ലം കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. കൃത്യം നടന്ന് 90 ദിവസത്തിനുള്ളിലാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ആകെ 13 കേസുകളിലാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി സ്വദേശിയായ സന്തോഷ് കുമാറിനെ ഒരു സംഘം വീട് കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. സ്വന്തം മാതാവിന്റെ മുമ്പിൽ വെച്ച് ബോംബെറിഞ്ഞും വെട്ടിപ്പരിക്കേൽപ്പിച്ചും സന്തോഷിനെ കൊലപ്പെടുത്തിയെന്ന് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഘടിതമായുള്ള കൃത്യത്തിൽ ഗൂഢാലോചന, കൊലപാതകം എന്നീ വകുപ്പുകൾ ചേർത്താണ് കുറ്റപത്രം തയ്യാറാക്കിയത്. കൃത്യത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പ്രതികൾ വാട്സാപ്പ് കോളുകൾ ചെയ്തതിൻ്റെയും തെളിവുകൾ ലഭിച്ചു. ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. കൊല്ലം ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ IPSൻ്റെയും കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന IPSൻ്റെയും മേൽനോട്ടത്തിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു വിയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ചവറ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജഹാൻ, SIമാരായ ഷമീർ, കണ്ണൻ, വേണുഗോപാൽ, സന്തോഷ്, CPOമാരായ ഹാഷിം, രാജീവ് കുമാർ, അനിത, ശാലു എന്നിവർ അടങ്ങിയ പോലീസ് സംഘമാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതികൾ ഉപയോഗിച്ച ആയുധങ്ങളും ഫോണുകളും വാഹനങ്ങളുമടക്കം അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. 800 പേജുകൾ അടങ്ങുന്ന കുറ്റപത്രത്തിൽ 175ഓളം സാക്ഷികളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജനം, കൊല്ലം.